കേരളത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, നമ്മുടെ യുവജനങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മൂല്യങ്ങളെ കുറിച്ച് അവരെ ബോധവൽക്കരിക്കുവാൻ, മാനവിക ബോധം അവരിൽ ഉണർത്തുവാൻ, മുമ്പൊരു കാലത്ത് നാം സാക്ഷര കേരളം കെട്ടിപ്പടുത്തത് പോലെ നമുക്കൊരു മാനവിക കേരളം കെട്ടിപ്പടുക്കുവാൻ സാധിക്കുമോ എന്ന അന്വേഷണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വപ്നം താലോലിക്കുന്നതിന് കേരളീയ യുവജനങ്ങളെയും പൗരസമൂഹത്തെയും പ്രാപ്തരാക്കുക എന്നതാണ് ഈ കേരള യാത്രയുടെ ലക്ഷ്യമെന്ന് ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് ഈ കേരള യാത്രയുടെ ഉദ്ഘാടന വേളയിൽ കാസർഗോഡ് വെച്ച് പ്രഖ്യാപിക്കുകയുണ്ടായി. അങ്ങനെ വിപുലമായ കർമ്മ പദ്ധതികൾക്കും കർമ്മ പരിപാടികൾക്കും ശേഷം ഇപ്പോൾ ഈ കേരള യാത്ര ഇവിടെ സമാപിക്കുകയാണ്. കേരള യാത്ര എന്ത് സന്ദേശമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയത്? കേരള യാത്ര എന്ത് സന്ദേശമാണ് കേരളത്തിന്റെ ഭരണ നേതൃത്വത്തിന് നൽകിയത്? കേരള യാത്ര എന്തൊരു സന്ദേശമാണ് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തിന് നൽകിയത്? കേരള യാത്ര എന്തൊരു സന്ദേശമാണ് കേരളത്തിലെ മതാചാര്യന്മാർക്കും കേരളത്തിലെ സാമൂഹിക നേതാക്കൾക്കും കേരളത്തിലെ സാംസ്കാരിക നേതാക്കൾക്കും നൽകിയത്? അതേക്കുറിച്ചൊക്കെ ഈ ജാഥയുടെ നായകൻ മഹാനായ ഖമറുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉസ്താദ് അവറുകൾ വളരെ വിശദമായി അതേസമയം ഹ്രസ്വമായി ഇവിടെ പ്രതിപാദിക്കും എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. കേരള യാത്രയ്ക്ക് വേണ്ടി ഈ കർമ്മ പദ്ധതി ആവിഷ്കരിച്ച് അത് നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി കേരളത്തിലെ മുഴുവൻ മനുഷ്യരെയും, മുസ്ലിം സഹോദരങ്ങളെ മാത്രമല്ല, നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ഹൈന്ദവ ക്രൈസ്തവ മത വ്യത്യാസങ്ങൾക്ക് അതീതമായി, ജാതീയമായ വൈജാത്യങ്ങൾക്ക് അതീതമായി, രാഷ്ട്രീയ വിഭാഗീയതകൾക്ക് അതീതമായി കേരളത്തിലെ മുഴുവൻ മനുഷ്യരെയും ഒന്നിച്ച് അണിനിരത്തിക്കൊണ്ട്, ഒന്നിച്ച് സ്വീകരിച്ചുകൊണ്ട്, എല്ലാവരും ഒന്നിച്ച് അഭിവാദം ചെയ്യുന്ന രൂപത്തിലേക്ക് പരിവർത്തിപ്പിച്ചുകൊണ്ട് മനോഹരമായ ഒരാശയത്തെ കേരളത്തിൽ നടപ്പാക്കിയതിന്റെ പിന്നിൽ പ്രവർത്തിച്ച സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാന്നതന്മാരായ പണ്ഡിതന്മാർക്ക് ഇവിടെ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യാം. നാം വളരെ വ്യക്തമായ ഒരു സന്ദേശം കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നു. SYSന്റെയും SSFന്റെയും ചുണക്കുട്ടികൾക്ക് ഇവിടെ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യാം. നാം മനോഹരമായ, ആകർഷകമായ, മാതൃകാപരമായ ഒരു സന്ദേശം കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നു. SMAയുടെയും